ഫണ്ട് നമുക്ക് തന്നത്. അതിലേക്ക് അവർ നമുക്ക് തന്നത് 28,280 രൂപയാണ്. അത് കഴിഞ്ഞ് പിന്നെ 6/8/2023 ജില്ലാ മെഹന്തി ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായി. ആ സമയത്ത് നമ്മൾ 18 യൂണിറ്റാണ് അതിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ യൂണിറ്റിൽ നിന്നും 450 രൂപ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് മൊത്തം വന്നത് നമുക്ക് വരവുണ്ടായത് 29,950 രൂപയാണ്. അതിൽ നമുക്ക് ചെലവ് വന്നത് 31,885 രൂപയാണ്. മൈനസ് നമുക്ക് വന്നു 1,935 രൂപ. ട്രഷറർ എന്ന നിലയിൽ ആ ഒരു കുറവ് ഞാൻ നികത്തിയിട്ടുണ്ടായി. 4/10/2023 നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് ഓട്ടോ പിടിച്ച് പോയതിൽ 80 രൂപ ചിലവുണ്ട്. അത് കഴിഞ്ഞ് 7/3/2024 ഊട്ടിയിലേക്ക് നമ്മളൊരു ട്രിപ്പ് പോകേണ്ടായി. വളരെ സങ്കടകരമായൊരു ട്രിപ്പായിരുന്നു അത്. നമ്മൾ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് നല്ല ആനന്ദകരമാക്കേണ്ട ഒരു ട്രിപ്പ് വളരെ ശോഷിച്ചൊരു ട്രിപ്പായി. അതിൽ നിന്ന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അതിലന്ന് നമുക്ക് വന്നത് 23,405 രൂപ നമുക്ക് അത് ചെലവുണ്ടായ. വരവ് 28,500. അതിൽ ബാക്കി 5,095 രൂപ ബാക്കി ഉണ്ടായിരുന്നു. അത് 5,095 രൂപ എൻ്റെ കയ്യിലായിരുന്നു, ബാങ്കിൽ കിട്ടില്ലായിരുന്നില്ല. അത് നമ്മളുടെ അക്കൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി വിജയൻ മാച്ചപ്പ എന്നൊരാൾ, നിങ്ങൾക്ക് മായപ്പ നിങ്ങൾക്ക് അറിയായിരിക്കും, അദ്ദേഹമാണ് നമ്മളുടെ അക്കൗണ്ട് ക്ലിയർ ആക്കി തരുന്നത്. അതിലേക്ക് ആദ്യം ഒരു 3,000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് 26-ാം തീയതി ജൂലൈയിൽ ആ മാസത്തിൽ തന്നെ വീണ്ടും നമ്മൾ 2,000 രൂപ അതിലേക്ക് കൊടുത്തു. അങ്ങനെ 5,095 രൂപയിൽ നിന്ന് 5,000 പോയി. പിന്നെ 95 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, തുണിസഞ്ചി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ക്ലോത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 10/8/2024 ആ ക്ലോത്തിൽ നിന്ന് 9,520 രൂപയ്ക്ക് ക്ലോത്തും മെഷീനും നമ്മൾ ഇവിടെ വെച്ച് വിൽക്കുകയുണ്ടായി. അതിൽ 9,520 പ്ലസ് 95 രൂപ ഊട്ടി ട്രിപ്പിലെ ബാലൻസും കൂടി 9,615 രൂപ എൻ്റെ കൈവശം ഉണ്ട്. അത് അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അങ്ങനെ മൊത്തം ആദ്യ കമ്മിറ്റി ഏൽപ്പിച്ച തുക 62,370, പിന്നെ ഈ 95 9,520, പിന്നെ നമ്മളൊരു പുതിയ 10/7/2024 നമ്മളൊരു സഹായനിധി പരസ്പര സഹായ നിധി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് കമ്മിറ്റിക്ക് വന്നത് 1,00,000 രൂപയാണ്. അങ്ങനെ മൊത്തം നമ്മളുടെ കമ്മിറ്റി വനിതാ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് 1,71,985 രൂപയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഫണ്ട് ഇതാണ്. ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെയൊന്നും പോരാ, നമുക്ക് ഒന്നും കൂടെ അടുത്ത ഇതിലേക്ക് നമ്മളുടെ PSTO സെക്രട്ടേറിയറ്റോ നമ്മളുടെ സംഘടനകളോ അതൊന്നും നോക്കരുത്. നമ്മളെല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് അടുത്ത ഒരു ആൾക്കാർ വരുന്നതിന് മുമ്പ് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാവരും അതിനൊപ്പം നിൽക്കണം. എല്ലാവർക്കും താങ്ക് യു. ഇനി എന്തെങ്കിലും ഈ കണക്കിൽ പറയാനുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും കണക്കിൽ എന്തെങ്കിലും അപ്പൊ ഒരു തിരുത്തലുണ്ട്. അക്കൗണ്ടിലെ പാൻ കാർഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 5,000 രൂപ വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കണേ. അന്ന് നമ്മൾ ഓരോ യൂണിറ്റിന് 450 രൂപ വെച്ച് എടുത്തിട്ടുണ്ട്.